വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 5ാം ക്ലാസ്സിലെ ഐസ്ക്രീം മാൻ എന്ന പോയമാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. റീഡ് ആൻഡ് എൻജോയ്. നമുക്കതിനെ വായിച്ചൊന്ന് രസിക്കാം. വാട്ട് ഈസ് കോൾഡ് സ്വീറ്റ് ആൻഡ് ക്രീമി? വാട്ട് ഈസ് കോൾഡ് സ്വീറ്റ് ആൻഡ് ക്രീമി? എന്താണ് തണുത്തതും മധുരമുള്ളതും ക്രീമി ആയിട്ടുള്ളതും? ക്രീമി എന്ന് പറഞ്ഞാൽ എന്നാ? ഹാവിങ് എ ലോട്ട് ഓഫ് ക്രീം. ഒരുപാട് ക്രീമുള്ള എന്നാ ക്രീമി എന്ന് പറഞ്ഞ അർത്ഥം. ക്രീം എന്ന് പറഞ്ഞാൽ പാലിൻ്റെ പ്രധാന ഭാഗമാണ്. ദാറ്റ് പോർഷൻ ഓഫ് മിൽക്ക് വിച്ച് ഈസ് റിച്ച് ഇൻ മിൽക്ക് ഫാറ്റ് കൂടിയ പാലിൻ്റെ ഭാഗമാണ് ക്രീം. അപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഐസ്ക്രീമൊക്കെ വളരെ ക്രീമിയാണ്. പാലിൽ നിന്നൊക്കെ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് സ്വീറ്റ് ആൻഡ് ക്രീമി ആൻഡ് വണ്ടർഫുൾ ടു ഈറ്റ്. ഇറ്റ് ഈസ് എമേസിങ് ടു ഈറ്റ്. കഴിക്കാൻ വളരെ അത്ഭുതകരമാണ്, സർപ്രൈസിങ് ആണ്. ഇറ്റ് ഈസ് സർപ്രൈസിങ് ടു ഈറ്റ്. എവരിവൺസ് ഫേവററ്റ് ട്രീറ്റ് എസ്പെഷ്യലി ഓൺ എ ഹോട്ട് സമ്മർ ഡേ ഈസ് ആൻ ഐസ്ക്രീം. എല്ലാവരുടെയും ഫേവററ്റ് ആയിരിക്കുന്ന, എല്ലാവർക്കും ഡിയറസ്റ്റ് ആയിരിക്കുന്ന ട്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഐസ്ക്രീമാണ്. എപ്പോഴാണ്? എസ്പെഷ്യലി ഓൺ എ ഹോട്ട് സമ്മർ ഡേ, പ്രത്യേകിച്ചും ചൂട് പിടിച്ച വേനൽക്കാല ദിവസങ്ങളിൽ. ആൻഡ് എവരിവൺസ് ഫേവററ്റ് പേഴ്സൺ മൈറ്റ് ബി ദ ഐസ്ക്രീം മാൻ. എല്ലാവരുടെയും പ്രിയനായ മനുഷ്യൻ, ബിലവഡ് പേഴ്സൺ, ദ ഡിയറസ്റ്റ് പേഴ്സൺ. ആരായിരിക്കും? കുട്ടികളുടെ ഡിയറസ്റ്റ് പേഴ്സൺ ഐസ്ക്രീം മാനാണ്. അങ്ങനെ വരുന്ന ഇങ്ങനെ നോക്കിയിരിക്കും, വണ്ടിയും തള്ളിക്കൊണ്ട് വരുന്ന കുട്ടികൾ നോക്കിയിരിക്കും. അപ്പം എവരിവൺസ് ഫേവററ്റ് പേഴ്സൺ മൈറ്റ് ജസ്റ്റ് ബി ദ ഐസ്ക്രീം മാൻ. ഐസ്ക്രീം മാൻ ആയിരിക്കും ഏറ്റവും ഫേവററ്റ് ആയിരിക്കുന്ന മനുഷ്യൻ. നമുക്ക് ഈ പോയത്തിലേക്കൊന്ന് പോകാം. വെൻ സമ്മർ ഈസ് ഇൻ ദ സിറ്റി. പട്ടണത്തിലൊക്കെ വേനൽക്കാലം വരുന്ന സമയത്ത്. ആൻഡ് ബ്രിക്സ് എ ബ്ലേസ് ഓഫ് ഹീറ്റ്. ഇഷ്ടിയൊക്കെ ഇങ്ങനെ പഴുത്ത് ചൂടായി നിൽക്കുന്ന സമയം. ദ ഐസ്ക്രീം മാൻ വിത്ത് ഹിസ് ലിറ്റിൽ കാർ. ഐസ്ക്രീം മാൻ തൻ്റെ ചെറിയ ഉന്തുവണ്ടിയായിട്ട് വരും. ഗോസ് ട്രണ്ട്ലിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. വഴിയിലൂടെ അതിങ്ങനെ ട്രണ്ട്ലിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. ട്രണ്ട്ലിംഗ് എന്ന് പറഞ്ഞാൽ മൂവ് സ്ലോലി ആൻഡ് അനീവൺലി. സാവധാനം കുലുങ്ങി 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 വരും വണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഐസ്ക്രീം മാൻ വരുന്നത്. ഒന്നുകൂടെ വായിക്കാം. വെൻ സമ്മർ ഈസ് ഇൻ ദ സിറ്റി ആൻഡ് ബ്രിക്സ് എ ബ്ലേസ് ഓഫ് ഹീറ്റ്. The ice cream man with his little cart goes trundling down the street. അപ്പോൾ വഴിയിലൂടെ ഇയാൾ ഇങ്ങനെ വരും, വണ്ടി മലിച്ചുകൊണ്ട്. അപ്പോഴോ beneath his round umbrella. അദ്ദേഹത്തിൻ്റെ അയാളുടെ റൗണ്ട് അംബ്രല്ലയ്ക്ക് കീഴെ. Oh what a joyful sight. എന്ത് രസകരമായ കാഴ്ചയാണ്. To see him fill the cones with the mounds. അയാൾ കോണെടുത്ത് അതിൻ്റെ അകത്തോട്ട് ഐസ്ക്രീം നിറച്ച് കൊടുക്കും കുട്ടികൾ, സ്പൂൺ കൊണ്ട് കോരി നിറയ്ക്കുക. ടു സീ ഹിം ഫിൽ ദ കോൺസ്. അതാ ജോയ്ഫുൾ സൈറ്റ്. അപ്പോൾ ജോയ്ഫുൾ സൈറ്റ് ഏതാ? സ്പൂൺ കൊണ്ട് കോണിൻ്റെ ഉള്ളിലോട്ട് ഐസ്ക്രീം കോരി നിറയ്ക്കുന്നതാണ് കാണാൻ ഭയങ്കര രസമുള്ള കാര്യം. വിത്ത് മൗണ്ട്സ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹീപ്പായിട്ട് നിൽക്കും. മൗണ്ട്സ് മീൻസ് ഹീപ്പ് ഓഫ് കൂളിംഗ് ബ്രൗൺ ആൻഡ് വൈറ്റ്. ഐസ്ക്രീം കൂളിംഗ് ആണ്, ബ്രൗൺ കളറാണ്, വൈറ്റും ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്നുകൂടെ വായിക്കല്ലേ. beneath his round umbrella, oh what a joyful sight to see him fill the cones with mounds of cooling brown and white. Then അടുത്തത് vanilla, chocolate, strawberry or chilly things to drink. അങ്ങനെ എന്തൊക്കെയാണ് കൊണ്ടിരിക്കുന്നത്? വാനില എസൻസ് ചേർത്ത്, ചോക്ലേറ്റ്, സ്ട്രോബെറി, അങ്ങനത്തെ ആ രുചിയൊക്കെയുള്ള ഐസ്ക്രീമാണ്. ഓർ ചില്ലി തിങ്സ് ടു ഡ്രിങ്ക്. അല്ലെങ്കിൽ കുടിക്കാൻ പുള്ളി കുപ്പിക്കുള്ളിൽ നല്ല ഡ്രിങ്ക്സ് ഉണ്ട്. ഫ്രം ബോട്ടിൽസ് ഫുൾ ഓഫ് ഫ്രോസ്റ്റി ഫിഷ്. ആ ബോട്ടിൽസ് എങ്ങനെയാണ്? ഫുൾ ഓഫ് ഫ്രോസ്റ്റി ഫിഷാണ്, നല്ല തണുത്ത ഫ്രോസ്റ്റിയാണ്. കോൾഡ് വിത്ത് ഫ്രോസ്റ്റാണ്. കുപ്പിയുടെ പുറമേ തന്നെ നോക്കിയാൽ ഫ്രോസ്റ്റാണ്. തുഷാരം പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, മഞ്ഞ് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഫിഷും കൂടിയാണ്. ഫിഷ് മീൻസ് മേക്കിംഗ് ഹിസ്സിങ് സൗണ്ട്. നമ്മൾ തുറക്കുമ്പോൾ അതിൻ്റെ ഫിസ്സിങ് സൗണ്ട് കേൾക്കും, ഒരു ഹിസ്സിങ് സൗണ്ട് കേൾക്കും. സോ ഇറ്റ് ഈസ് ഫ്രോസ്റ്റി ആൻഡ് ഫിഷ്. ആ കുപ്പി തുറക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടുണ്ട്. ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ് ഓർ പിങ്ക്. ആ ലിക്വിഡ് എന്തായിരിക്കും? ചിലപ്പോൾ ഗ്രീൻ ആയിരിക്കാം, ഓറഞ്ച് ആയിരിക്കാം, വൈറ്റ് ഓർ പിങ്ക് ആയിരിക്കും. ഈ നിറത്തിലൊക്കെ ഉള്ളതായിരിക്കാം. ഹിസ് കാർഡ് മൈറ്റ് ബി എ ഫ്ലവർ ബെഡ്.
അദ്ദേഹത്തിൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഫ്ലവർ ബെഡ്. എന്താ ഫ്ലവർ ബെഡ് എന്ന് പറഞ്ഞാൽ പൂക്കളൊക്കെ നിറഞ്ഞ സ്ഥലം. എന്തുകൊണ്ടായിരിക്കും ഇത്? ഓഫ് റോസസ് സ്വീറ്റ് ആൻഡ് പീസ്. അവിടെ ഉള്ളത് റോസയും സ്വീറ്റ് പീസും ഒക്കെ ഉള്ള ഒരു ഫ്ലവർ ബെഡാണ്. പൂക്കൾ നിറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഫ്ലവർ ബെഡ് എന്ന് പറയുന്നത്. ദ വേ ദ ചിൽഡ്രൻ ക്ലസ്റ്റർ. കുട്ടികളെല്ലാം ഇതിന് ചുറ്റും കൂടും. റൗണ്ട് ആസ്തിക്കാസ് ഹണി ബീസ്. ഫ്ലവർ ബെഡിൻ്റെ ചുറ്റും ഹണി ബീസ് കൂടുന്നത് പോലെ കുട്ടികൾ ഇതിൻ്റെ ചുറ്റും കൂടും. നിങ്ങൾക്കറിയാമല്ലോ, പൂന്തോട്ടത്തിൽ ഇഷ്ടം പോലെ പൂക്കൾ നിറഞ്ഞിരിക്കും തോട്ടത്തിൽ. ഹണി ബീസൊക്കെ ഇങ്ങനെ വട്ടം കൂടും. അത് പറഞ്ഞ പോലെയാണ് ഈ ഫ്ലവർ ബെഡിൻ്റെ ചുറ്റും കുട്ടികൾ കൂടുന്നത്. ഫ്ലവർ ബെഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ തവാരൻ എന്നാണ് പറയുന്നത്. നമ്മൾ കിളച്ച് ഒരുക്കി പൂക്കൾ കൃഷി ചെയ്യുന്ന ആ സ്ഥലമാണ് ഫ്ലവർ ബെഡ്. പൂക്കളൊക്കെ ആയി നിൽക്കുമ്പോൾ നല്ല ഫ്ലവർ ബെഡാണ്. ഇനി പൂക്കൾ ഉണ്ടായില്ലെങ്കിലും ഫ്ലവർ ബെഡാണ് അതിന് പറയുന്നത്. നമ്മൾ കിളച്ചൊരുക്കി കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലത്തിന്, പൂക്കൃഷി ചെയ്യാൻ പോകുന്ന സ്ഥലം ഫ്ലവർ ബെഡാണ്. ഇവിടെ ഈ പോയത്തിലെ ഐസ്ക്രീം കാർട്ട് തവാരനെയാണെന്നും കുട്ടികൾ ഹണി ബീസാണെന്നും പറഞ്ഞിരിക്കുന്നു. ഇതൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്, അല്ലെങ്കിൽ ഒരു അലിഗറിയാണ്. ഇതിന് നമ്മൾ പറയുന്നത് മെറ്റഫർ എന്നാണ്. മലയാളത്തിൽ ഇതിന് പറയുന്ന രൂപകമെന്നാണ്. അലങ്കാരം രൂപകമാണെന്ന് മലയാളത്തിൽ പറയും. അലിഗറി ഈ പറയുന്ന മെറ്റഫറാണെന്ന് ഇംഗ്ലീഷിലും പറയും. സോ ദ അലിഗറി അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഈസ് അത് മെറ്റഫർ. അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി ഈ കവിതയിലെ വേർഡ്സുകളുടെ മീനിങ്ങിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രീമി എന്ന് പറഞ്ഞാൽ ഹാവിങ് ക്രീം. പാലിൻ്റെ പ്രധാന ഭാഗമാണ് ക്രീം. അതുള്ളതുകൊണ്ടാണ് ക്രീമി എന്ന് പറയുന്നത്, ക്രീം നിറഞ്ഞത്. ദെൻ ഫേവററ്റ് എന്ന് പറഞ്ഞാൽ ബിലവഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡിയറസ്റ്റ് എന്നും പറയാം. ഫേവററ്റ് മീൻസ് ബിലവഡ് ഓർ ഡിയറസ്റ്റ്. ബ്ലേസ് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ഫിയേഴ്സ് ഫയറിനാണ് ബ്ലേസ് എന്ന് പറഞ്ഞാൽ. വെരി ലാർജ് ഫിയേഴ്സ് ഫയർ, ബ്ലേസ്. ട്രണ്ട്ലിംഗ് മീൻസ് മൂവ് സ്ലോലി. ട്രണ്ട്ലിംഗ് മീൻസ് മൂവ് സ്ലോലി ആൻഡ് അൺഈവൻലി. സാവധാനം കുലുങ്ങി പോകുന്നതിനാണ് ട്രണ്ട്ലിംഗ് എന്ന് പറയുന്നത്. ബെനീത്ത് മീൻസ് ബിലോ, താഴെ, അടിയിൽ എന്നൊക്കെയാണ് അർത്ഥം. മൗണ്ട്സ് മീൻസ് ഹീപ്പ് എന്നാണ് അർത്ഥം, കൂന. മൗണ്ട് മീൻസ് ഹീപ്പ്, കൂന. ഫ്രോസ്റ്റി ഫിഷ് എന്ന് പറഞ്ഞാൽ തണുത്ത് നല്ല ഹിസ്സിങ് സൗണ്ട് പുറപ്പെടുവിക്കുന്ന ലിക്വിഡ് നിറഞ്ഞ കുപ്പിയാണ്. നമ്മൾ തുറക്കുമ്പോൾ നല്ലൊരു സൗണ്ട് കേൾക്കും. അതാ ഫ്രോസ്റ്റി ഫിഷ് എന്ന് പറയുന്നത്. ഡ്രിങ്ക്സാണ്. ഫ്ലവർ ബെഡ് എന്ന് പറഞ്ഞാൽ ചെടിയൊക്കെ വെക്കാൻ കിളച്ചൊരുക്കുന്ന സ്ഥലത്തിന് തവാരണ എന്നാണ് പറയുന്നത്. അതിൽ പൂക്കളൊക്കെ ഉണ്ടായി, ആ സ്ഥലത്ത് പൂക്കളൊക്കെ ഉണ്ടായി വിരിഞ്ഞ് നിൽക്കുമ്പോൾ തിങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഫ്ലവർ ബെഡാണ്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിമിലർ തിങ്സ് ആണ് ക്ലസ്റ്റർ. മനസ്സിലായില്ലേ? ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കുട്ടികളെ.